ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ ശ്രീകാന്ത് ആകെ പേടിച്ചിരിക്കണേ. വേദ പറയുന്നത് കേട്ടിട്ട് ശങ്കരൻ ചോദിക്കും, അവൾ ആ വീട്ടിൽ നിന്ന് വരാൻ കാരണം നീയാണോ? ഏ, ഞാനോ? ഞാൻ എന്ത് ചെയ്തിട്ടാച്ചാ? പിന്നെന്താ അവൾ അങ്ങനെ പറഞ്ഞത്? അതെപ്പോഴും നമ്മൾ ഓരോന്ന് പറഞ്ഞ് അവനെ കൊടുക്കാൻ നോക്കാന്ന് അവളുടെ പരാതി. അത് സഹിക്കാൻ പറ്റാതെ ഇറങ്ങി പോന്നതായിരിക്കും. ശങ്കരൻ എന്ന് മൂളുമ്പോ ശ്രീകാന്ത് പോകാൻ തുടങ്ങാ. അപ്പൊ ശങ്കരൻ പറയും, നിക്ക്. ശ്രീകാന്ത് പേടിക്കുന്നുണ്ട്. ശങ്കരൻ ചോദിക്കും, നീ ആയിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. ശങ്കരൻ പറയും, ഉണ്ടെന്ന് നാളൊരിക്കൽ ഞാൻ അറിയാനിട വരരുത്. ചെല്ലേ എന്ന് പറയുമ്പോ ശ്രീകാന്ത് അവിടുന്ന് പോകണേ. എങ്കിലും ശങ്കറിന് നല്ല സംശയമുണ്ട്, ശ്രീകാന്ത് ആണോ വേദ അവിടുന്ന് വരാൻ കാരണം എന്ന്. അങ്ങനെ ആലോചിച്ച് നിൽക്കണേ. ശേഷം വേദ ഇങ്ങനെ റൂമില് വിഷമിച്ചിരിക്കുമ്പോ അങ്ങോട്ട് വിക്രം വരികയാണ്. അങ്ങനെ പതിയെ വന്നിരുന്ന് ഇരിക്കുമ്പോ അങ്ങ് വലിച്ചാ നടക്കുന്നത്. വേദ പിടിക്കും. അങ്ങനെ കട്ടിലിരുന്ന് കഴിഞ്ഞാൽ വേദ വയ്ക്കും, സ്റ്റോർ റൂമിൽ കയറിയല്ലേ. വിക്രം പറയും, അയാള് റൂമിലേക്ക് വരുന്ന കരുതിയത്. വേദ പറയും, ഇപ്പൊ മനസ്സിലായില്ലേ, ഒരാളും വിക്രമിനെ കണ്ടുപിടിക്കാൻ പോകുന്നില്ലെന്ന്. വിക്രം പറയും, എന്നാലും ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വേദ വീണ്ടും പറയും, ഇപ്പോഴത്തെ അവസ്ഥയില് ഇതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. വിക്രം ചോദിക്കും, ശ്രീകാന്തിനിയും വരില്ലെന്ന് ഉറപ്പുണ്ടോ? അപ്പൊ വേദം മിണ്ടാതിരിക്കും. ഇല്ലല്ലോ. വേദയ്ക്കും കണ്ടുപിടിക്കപ്പെടുന്ന വിക്രമിന് പേടിയുണ്ടോ? വിക്രം പറയും, പേടിയല്ല, ആ സന്ദർഭം മുന്നിൽ വരുമ്പോ ഉള്ള നാണക്കേട് ഓർത്തിട്ടാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാലേ അതെങ്ങനെ അതിനെ മറികടക്കുന്നേ വേദ ആലോചിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ഒരു കള്ളനെ പോലെ ഞാൻ എത്ര കാലം ഇതിനകത്ത് കഴിയാ? വേദ പറയും, എന്നാ പിന്നെ പോയി സറണ്ടർ ചെയ്യേ. വിക്രം നോക്കും, എന്തേ? അതോടുകൂടെ ഇപ്പോൾ ഒളിവിലിരിക്കുന്ന പുളിക്കൻ പുറത്തു വരും. വിക്രം തന്നെയാണ് പ്രതിയെന്ന് താൻ കണ്ടെന്ന് അയാൾ കോടതിയിൽ സാക്ഷി പറയും. വിക്രം എത്ര വാദിച്ചാലും വിശ്വസനീയമായൊരു കഥ അവരുണ്ടാക്കിയെടുക്കും. വരുണിനെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് വിക്രമിന്റെ ഭാര്യയായ ഞാൻ തന്നെ കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ടെന്ന് അവര് കോടതിയിൽ പറയും. പൂർവ്വവൈരാഗ്യം വെച്ച് കൊലപ്പെടുത്തിയതാണെന്ന് അവര് സമർത്ഥിക്കും. വിക്രം പറയും, പക്ഷേ ഞാൻ ആ സമയത്ത് ക്ലബിലായിരുന്നില്ലേ. വേദയ്ക്കും, എങ്ങനെ തെളിയിക്കും? കൂട്ടുകാരുടെ മൊഴി ആധാരമാക്കിയിട്ടോ? അത് കോടതിയിൽ നിലനിൽക്കുന്നു തോന്നുന്നുണ്ടോ? അത് മാത്രമല്ല, ഈ ക്ലബ് ഇരിക്കുന്ന സ്ഥലവും കൊലപാതകം നടന്ന സ്ഥലവും തമ്മില് അത്ര വലിയ ദൂരമില്ല. മിക്കവാറും ഒരേ ടവർ ലൊക്കേഷൻ ആയിരിക്കും. ഇനി അല്ലെങ്കിൽ തന്നെ അതിനെ മറികടക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി ഈസി ആയിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. വിക്രം ചോദിക്കും, അപ്പൊ ഇനിയുള്ള കാലം മുഴുവനും ഇവിടെ ഇങ്ങനെ കഴിയണമെന്നാണോ? വേദ പറയും, പരമാവധി ഒരാഴ്ച, അതിനുള്ളിലെ ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിക്കോളാം. അതുവരെ ഒന്ന് ക്ഷമിക്കേ. ഇതിപ്പോ എങ്ങനെ അഡ്വഞ്ചറായി ജീവിക്കുന്നതിലും ഒരു ത്രില്ലല്ലേ? വിക്രം പറയും, എന്ത് ത്രില്ല്? ടെൻഷൻ കൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കും. വേദ പറയും, ഇപ്പൊ ഞാനുണ്ട്, ഞാൻ കൂടെ ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലോ? വിക്രം ചോദിക്കും, ഒറ്റയ്ക്കോ? ഇവിടെയോ? എനിക്ക് പിന്നെ എപ്പോഴും ഈ റൂമിൽ തന്നെ വന്നിരിക്കാൻ പറ്റുമോ? വിക്രം പറയും, അത് ശരി, ഞാൻ കരുതി വീട്ടിൽ നിന്ന് അങ്ങോട്ടോ പോവാണെന്ന്. വേദ പറയും, അത് തന്നെയാ ഉദ്ദേശിച്ചത്, എനിക്ക് ഓഫീസിൽ പോയി തുടങ്ങണ്ടേ. വിക്രത്തിന്റെ കേസിലെ ഒരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കണം, പിന്നെ മറ്റൊരു സ്ഥലവും കണ്ടെത്തണം. അതല്ല ഇതിനകത്ത് തന്നെ ഇരുന്നാ നടക്കോ? ഒട്ടും പേടിക്കണ്ട, വിക്രം ഇതിനകത്തുണ്ടെന്ന് ആരും സംശയിക്കില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയോ? വേദ പറയും, ആദ്യം കാര്യം ചോദിക്കേ, എന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. വിക്രം ചോദിക്കും, അതെന്താ? അപ്പൊ വേദ അറിയും, എല്ലാ സത്യങ്ങളും എപ്പോഴും പറയാൻ പാടില്ലെന്ന് പറയും. ചിലത് ചില സമയത്ത് പറയുമ്പോഴേ അതിന് അതിൻ്റെതായ വില ഉണ്ടാവുള്ളൂ. വിക്രം പറയും, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ബാധിക്കുന്ന സത്യങ്ങളാണെങ്കിലല്ലേ ഒളിച്ചു വെക്കേണ്ടതുള്ളൂ. ഇത് നമ്മളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ സംസാരിക്കാലോ. ഇപ്പൊ ശ്രീകാന്തിനോട് സംസാരിക്കുമ്പോ വേദ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എന്തിനാണെന്ന് വിളിച്ചു പറയണമെന്ന് ചോദിച്ചു. അത് കേട്ടതിന് ശേഷം അയാൾ മുറിയിലേക്ക് കയറി വന്നതുമില്ല. അതിനർത്ഥം വേദ ഇറങ്ങി പോന്നതിന് അയാൾ കൂടി കാരണമാണെന്നല്ലേ അർത്ഥം? അങ്ങനെയാണെങ്കിൽ ആ കാര്യം എന്താണെന്ന് എന്നോട് വേദയ്ക്ക് പറയാലോ, അല്ലേ? വേദ ഇങ്ങനെ വിക്രമിന്റെ കണ്ണിലേക്ക് നോക്കും. വിക്രം വീണ്ടും പറയും, പറ, എന്തായിരുന്നു കാര്യം? വെറുതെ ഒരു ഭീഷണിയിലെ വേദ കൊടുങ്ങില്ലെന്ന് എനിക്കറിയാം. പറ, എന്താ കാരണം? അപ്പൊ വേദ പറയും, വിക്രം തന്നെ നേരത്തെ പറഞ്ഞില്ലേ, മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ സത്യം ഒളിച്ചു വെക്കുന്നതിൽ തെറ്റില്ലെന്ന്. പലരുടെയും ജീവിതത്തിൽ ഒന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങി പോകുന്നതെന്ന് മാത്രം കരുതിയാൽ മതി. വിക്രം പറയും, അപ്പോഴും കാരണം വെളിപ്പെടുത്തില്ല അല്ലേ? വേദ പറയും, സമയമായിട്ടില്ലെന്ന് വിചാരിച്ചോളൂ. എനിക്ക് വിക്രത്തോട് അത് പറയാനായിന്ന് തോന്നുമ്പോ ഉറപ്പായിട്ടും പറയും. വിക്രം ചോദിക്കും, അപ്പൊ അന്ന് എന്നോട് മനഃപൂർവ്വം വഴക്കിട്ടതാണെന്നാണോ? വേദ ചിരിച്ചിട്ട് പറയും, എന്താ സംശയം? നിങ്ങളോട് അടുപ്പം നിലനിർത്തിക്കൊണ്ട് എനിക്ക് ഇറങ്ങി പോരാൻ പറ്റുമോ? അതുകൊണ്ട് മനഃപൂർവ്വം ഒരു അകൽച്ച. പക്ഷെ വിക്രം ശബരിമലയിൽ പോയി വരുന്നതിന് മുമ്പ് ഞാൻ അവിടുന്ന് പോകുന്ന അമ്മയ്ക്ക് അറിയായിരുന്നു. അമ്മ അത് പറഞ്ഞില്ലെന്ന് മാത്രം. വിക്രമിന് സങ്കടാവും. ഓ, അപ്പൊ എന്നെ പൊട്ടനാക്കിയല്ലേ? അപ്പൊ വേദ പറയും, ഇയാളെ ഞാൻ ഇനി അങ്ങനെ ആക്കേണ്ട കാര്യമുണ്ടോ? വിക്രം ഡി എന്ന് വിളിക്കുമ്പോ വേദ പറയും, സ്ഥലം ശരിയല്ല, കൺട്രോൾ. അപ്പൊ വിക്രമിന്റെ മുഖം വീർക്കുമ്പോ വേദ പറയും, ഇനി അത് പറഞ്ഞ് മുഖം വീർപ്പിക്കേണ്ട, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിരിക്കും. പോരെ എന്ന് പറഞ്ഞ തലയ്ക്കൊരു കൊടുക്കും. പോയി സ്റ്റോർ റൂമിൽ ഇരിക്കാൻ നോക്ക്, ഞാനേ താഴെ ഉണ്ടാവും എന്ന് പറഞ്ഞോണ്ട് വേദ റൂമെന്ന് പോവാണേ. അപ്പോ വിക്രം ഇങ്ങനെ വേദയെ നോക്കി ചിരിക്കും. അങ്ങനെ വേദ റൂമൊക്കെ ലോക്ക് ചെയ്ത് അവിടുന്ന് പോകും. ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാട്ടോ.
പിന്നീട് കാണിക്കുന്നത് വിക്രത്തിന് ആരൊക്കെയോ ചേർന്ന് വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കാട്ടോ. അങ്ങനെ വിക്രമിന്റെ ബോധം പോകും. ഇത് കണ്ട് പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് കമലമ്മ ഞെട്ടി എഴുന്നേറ്റ് വിക്രം എന്ന് വിളിക്കുകയാണേ. പെട്ടെന്ന് തന്നെ ആൾക്ക് ഫിക്സ് വരും, അപസ്മാരം. അത് മാഷും ഉറക്കത്തിൽ അറിയുന്നുണ്ട് കേട്ടോ. മാഷു വേഗം എണീറ്റ് കമല എന്ന് വിളിക്കുന്നുണ്ട്. ആകെ പേടിച്ചിട്ടുണ്ട്. വിശ്വം, വിനായക ഒന്ന് ഓടിവാ എന്ന് വിളിച്ച് ഉറക്ക പറയുമ്പോഴേക്കും അവര് വരും. പക്ഷെ അവർക്ക് ഡോർ അകത്തുനിന്ന് പൂട്ടിയതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അച്ഛ കതക് തുറക്ക് എന്ന് വിശ്വം വിനായകനും ശബ്ദം കേട്ട് പറയാട്ടോ. അങ്ങനെ മാഷ് വേഗം കതകൊക്കെ തുറന്നു കൊടുക്കും. അപ്പം ഉണ്ടാവും കമലം ഇങ്ങനെ അവിടെ കിടന്ന് അപസ്മാരം ഇളകി വായിലൂടെ എന്ന് പറയുമ്പോൾ അതൊക്കെ വരുന്നുട്ടോ. എല്ലാവരും വല്ലാണ്ട് പേടിക്കും. വിനായക പെട്ടെന്ന് കാർ എടുക്ക് എന്ന് മാഷ് പറയും. അങ്ങനെ വിശ്വം കാറൊക്കെ ടാക്സി ഒക്കെ വിളിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ വേഗം ഇവർ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. അങ്ങനെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോവാട്ടോ. മാഷോടും വിശ്വത്തിനോടും ശ്രീജയനോടൊക്കെ പുറത്ത് നിൽക്കാൻ പറയും. ഡോക്ടർ നോക്കി പരിശോധിച്ചിട്ട് പറയാമെന്ന് പറയും. അങ്ങനെ മാഷെ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. ശ്രീജയും വിശ്വവും സമാധാനിപ്പിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിയില്ലേ, അമ്മയ്ക്കൊന്നും പറ്റില്ല. മാഷ് പറയും അവൾക്ക് നന്നായി ചെറുപ്പത്തിലേ ഇങ്ങനെ അവസ്മാരം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി ഇത്രയും കാലത്തിനിടയിൽ ഇതാദ്യം അച്ഛൻ സമാധാനമായിട്ടിരിക്കും, ഒന്നും സംഭവിക്കില്ല. അങ്ങനെ അല്പസമയം കഴിഞ്ഞ ഡോക്ടർ വന്ന് പരിശോധിക്കുകയാണേ. ഉറക്കത്തിൽ ഫിക്സ് വന്നെന്നാണ് കൂടെ വന്നവർ പറഞ്ഞത്. ആള് കോൺഷ്യസ് അല്ല, ബട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്ന് നേഴ്സ് പറഞ്ഞു കൊടുക്കുക. ഡോക്ടർ പരിശോധിച്ചിട്ട് റിപ്പോർട്ടൊക്കെ നോക്കുകയാണ്. പിന്നെ മെഡിസിനൊക്കെ എഴുതി കൊടുക്കും. ഐ സ്റ്റാർട്ട് ചെയ്യാൻ പറയാണ്. അതിനുശേഷം മാഷിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും സ്ട്രെസ് കൊണ്ടോ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഡിസിൻ നിർത്തുന്നത് കൊണ്ടോ ഇങ്ങനെ വരാം. അപ്പൊ മാഷ് പറയും മരുന്നൊന്നും നിർത്തിയിട്ടില്ല, നമുക്കൊരു ECG MRI അതൊക്കെ നാളെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച ഡോക്ടർ പോകുന്നത്. മാഷാണെങ്കിൽ ആകെ തളർന്ന അവസ്ഥയിലായിട്ടുണ്ട്. അങ്ങനെ അവരവിടെ മാഷിനെ പതിയിരുത്തും. ഇതേ സമയം വീട്ടിലെ അതായത് വിക്രമിനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പെട്ടെന്ന് എഴുന്നേൽക്കും. എന്നിട്ട് ആകെ അസ്വസ്ഥയായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ. അപ്പൊ വേദ അറിയുന്നുണ്ട്. വേദ എഴുന്നേറ്റ് വന്ന് ലൈറ്റ് ഇട്ടിട്ട് എന്ത് പറ്റി, ആകെ ടെൻഷനിലാണെന്ന് തോന്നുന്നു. വിക്രം പറയും ഒരു സമാധാനമില്ല, എന്താ പറ്റിയത് പറ. അപ്പൊ വിക്രം പറയും ഞാൻ വീട്ടിലേക്ക് ഒന്ന് വിളിക്കട്ടെ, ഈ ഫോണിന്ന് വിളിക്കല്ലേ ഒരു തവണ വേദ പ്ലീസ് എന്ന് പറഞ്ഞ് വിക്രം ആ സ്വിച്ച് ഓഫ് ആയത് ഓൺ ആക്കാട്ടോ. ഓ അപ്പോഴേക്കും ഓൺ ആക്കിയല്ലേ, എന്ത് പണി കാണിച്ചേ എന്ന് പറഞ്ഞ് വേദ വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്യും. അങ്ങനെ വിളിക്കണമെങ്കിൽ തന്നെ എന്റെ ഫോൺ ഉപയോഗിച്ചാൽ പോരെ, എന്താ വിക്രമിന്റെ പ്രശ്നം, എന്താ ഇത്രയ്ക്ക് വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോൺ ഒരൊറ്റ ഏറ് വെച്ച് കൊടുക്കും. എനിക്ക് അമ്മയെ കാണാൻ തോന്നുന്നു, ആകാരമായൊരു പേര്, അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നൊരു തോന്നല്. വേദ പറയും അതൊക്കെ വിക്രത്തിന്റെ തോന്നലാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീചേർത്തി എന്നെ വിളിച്ച് പറയും, എനിക്ക് ഉറപ്പാത്. വിക്രം പറയും സാധാരണ ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവാത്തതാ, നാളെ ഞാൻ പോയി അന്വേഷിക്കാം, വേണമെങ്കിൽ ഞാൻ നേരിട്ട് ചെന്ന് അന്വേഷിക്കാം, പോയി എല്ലാരോടും സംസാരിക്കാം. അതുപോലെ വിക്രം വിക്രം ചെന്ന് കിടക്ക്, ഉറങ്ങാതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. വിക്രം പറയും അമ്മയ്ക്ക് ഉറക്കണ്ടാവില്ല, രാത്രി മുഴുവനും എന്നെ ആലോചിച്ചിരിപ്പുണ്ടാവും. വേദ പറയും ഇത്രയും ആദ്യം അമ്മയെ കുറിച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു ജീവിതം വിക്രം ജീവിക്കണമായിരുന്നു. എനിക്കറിയാം ആ ചോദ്യം വിക്രമിന് ഇഷ്ടമുണ്ടാവില്ലെന്ന്, പക്ഷെ ഇത്രമാത്രം സ്നേഹിക്കുന്ന അമ്മയോട് ഇത്തിരി കൂടെ നീതി പുലർത്തണമായിരുന്നു വിക്രമിന് തോന്നിയിട്ടില്ലേ? വിക്രം പറയും വേണമായിരുന്നു വേദ, ഒരിക്കലും ഞാനത് ചെയ്തില്ല. അച്ഛനോടുള്ള വാശിയിൽ ജീവിക്കുമ്പോ അമ്മയിൽ നിന്നാണ് അകന്നു പോകുന്നതെന്ന് ഞാൻ ചിന്തിച്ചില്ല. വേദ പറയും പക്ഷെ അമ്മ ഒരിക്കലും അകന്നു പോയെന്ന് വിചാരിച്ചിട്ടില്ല. വിക്രം പറയും അതെനിക്ക് ശരിക്കും മനസ്സിലായത് നീയും കൂടെ ആ വീട്ടിൽ വന്നതിന് ശേഷം. ഞാനും അച്ഛനും തമ്മിലുള്ള മഞ്ഞൊരുക്കി എല്ലാവരെയും കൂട്ടിച്ചേർത്ത് അവസാനം നീ അവിടെ നിന്ന് ഇറങ്ങി. വേദ പറയും അതെന്നേക്കുമായിട്ടല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ റെസ്റ്റ് എടുക്കേ, ആ മുറിവ് ഉണങ്ങി വരുന്നതേ ഉള്ളൂ, അമ്മയെക്കുറിച്ചുള്ള ഉത്കണ്ഠ അതിന് നാളെ തന്നെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഈ രാത്രി തിടുക്കപ്പെട്ട് വിളിച്ചിട്ട് അവരെ കൂടെ വിഷമിപ്പിക്കേണ്ട. വിക്രമിന്റെ ശബ്ദം കേട്ട അമ്മയ്ക്ക് സങ്കടം വരെയുള്ളൂ. ഉറങ്ങാണെങ്കിൽ അവര് സമാധാനമായിട്ട് ഉറങ്ങട്ടെ, ഇനി കടന്നോ. അപ്പൊ വിക്രം ശരിയെന്ന് പറഞ്ഞ് കട്ടില് കിടക്കുമ്പോ വേദ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് പൊതച്ചു കൊടുക്കാണ്. അതിനുശേഷം പിന്നീട് പിറ്റേ ദിവസം രാവിലെ സൈബർ സെല്ലിലെ ആൾക്ക് ഒരു ലീഡ് കിട്ടുകയാണ്. അപ്പൊ തന്നെ അയാൾ അത് SI വിളിച്ചു പറയും എന്താടോ സാർ, ഒരു ലീഡുണ്ട്, വിക്രമിന്റെ മൊബൈല് ഇന്നലെ ഓണായിട്ടുണ്ട്. അപ്പൊ പോലീസ് ചോദിക്കും എവിടെ വെച്ച്, കാഞ്ഞിരക്കുളം ടവറിന് കീഴിലാണ് കാണുന്നത്, ഓണായ ഉടൻ തന്നെ ഓഫ് ആവുകയും ചെയ്തു. ഒന്നെങ്കിൽ ഓണായ ഉടനെ അബദ്ധമായെന്ന് ആലോചിച്ച് ഓഫ് ആയതാവണം, അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞു കാണും. പോലീസ് ചോദിക്കും അതായത് ആ ടവർ ലൊക്കേഷനില് അവനുണ്ടായിരുന്നു എന്നല്ല അർത്ഥം. അതെ സാർ, അവിടെ എവിടെയെങ്കിലും ആയിരിക്കണം. ആ പരിസരത്ത് ഒളിച്ചിരിക്കാന്ന് പറഞ്ഞാ അവിടെയാണ് ജഡ്ജി ശങ്കരനാരായണന്റെ വീട്, അവിടെ കയറിയിരിക്കോ. അപ്പൊ അയാൾ പറയും അതിന്റെ മുന്നിലൂടെ വന്നു പോയെന്നും ആവാലോ സാർ, മൂവിങ് ആണെന്നുണ്ടോ. അപ്പൊ അയാൾ പറയും ഇല്ല സാർ, ഒരു പോയിന്റിൽ ഓണായി അപ്പൊ തന്നെ ഓഫ് ആവുകയും ചെയ്തു, എന്തായാലും ഡീറ്റെയിൽസ് ആക്കി ഞാൻ SP കോണ്ടാക്ട് ചെയ്യട്ടെ. അങ്ങനെ പോലീസുകാരൻ കുറച്ചു സമയം ആലോചിച്ചതിന് ശേഷം ഫോൺ എടുത്ത് ശ്രീകാന്തിനെ വിളിക്കണേ. ശ്രീകാന്തോ ചന്ദ്രശേഖരനോ എന്തോ പറഞ്ഞ് ചിരിക്കുമ്പോഴായിരിക്കും കോള് വരുന്നത്. ആ പറ സാറേ. അപ്പൊ പോലീസ് പറയും വിക്രമിന്റെ കാര്യത്തില് ഒരു ചെറിയ ലീഡുണ്ട്,
അങ്ങനെ ഇളയ സൈബർ സെല്ലിൽ നിന്ന് വിളിച്ച കാര്യങ്ങളൊക്കെ ശ്രീകാന്തിനോട് പറയണേ. സാർ എന്തായി പറയുന്നത്? അവൻ എന്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കുകയാണെന്നോ? നടക്കുന്ന കാര്യമാണോ സാറേ ഇത്? ചന്ദ്രശേഖരൻ ഇങ്ങനെ കഠിനമായി ആലോചിക്കാട്ടോ. CI പറയും, ആ പരിസരം മൊത്തം ഞങ്ങൾ അന്വേഷിച്ചു. അവിടെ പരിസരത്തുള്ളത് ചെറിയ വീടുകളും കടകളുമാണ്. അവിടെയൊന്നും ആൾക്കാർ കാണാതെ അവന് താമസിക്കാൻ കഴിയും. അല്ലെങ്കിൽ പിന്നെ വീടിന്റെ മുന്നിൽ വന്ന് ആരെങ്കിലും വിളിക്കാനായി ഫോൺ ഓൺ ചെയ്ത് അബദ്ധമായിന്ന് കരുതി ഓഫ് ചെയ്തതാവാം. അത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയും, അതിന് സാധ്യതയുണ്ട്. വേദയെ വിളിക്കാന്ന് കരുതി ഓൺ ചെയ്തതാവണം. അപ്പൊ തന്നെ വേണ്ടെന്ന് വെച്ച് കാണും. ഇതെല്ലാം മനസ്സിലാവുന്ന ചന്ദ്രശേഖരൻ ശ്രീകാന്തിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കണേ. അതിന് മുന്നിൽ വെച്ച് ഓൺ ചെയ്തതാണെങ്കിലും ഓഫ് ചെയ്തതാണെങ്കിലും ഈ അവസരം താനൊന്ന് മുതലാക്കാൻ നോക്ക്. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ചന്ദ്രശേഖരൻ പറയും, അവനെ കണ്ടെത്താനായി ഒരു റെയ്ഡ് ഒന്ന് പ്ലാൻ ചെയ്യേ. ഇത് കേൾക്കുമ്പോ ശ്രീകാന്ത് ചിരിക്കാട്ടോ. SIക്കും ജില്ലാ ജഡ്ജിന്റെ വീട്ടിലോ? അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് കേട്ടോ. അപ്പൊ റെയ്ഡ് ചെയ്യാനായി ഇനി വേദയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണേ. അപ്പോൾ ആ ഭാഗത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്